ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസം നമ്മളെ കാണാനില്ലായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നമ്മളെ മിസ് ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മിസ് ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടെ അമ്മയുടെ നാട്ടിൽ പോയതാണ്. അമ്മേനെ അവിടുന്ന് കല്യാണം കഴിച്ചിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന ചെമ്പൂര്. ഇതാണ് അമ്മയുടെ നാട് കേട്ടോ. പാലോട് എക്സ് സർവീസ്മെൻ കോളനി അങ്ങോട്ടാണ് പോകുന്നത്. അതിനിടയ്ക്ക് നിലമേൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ബസ്സിലാണ് കേട്ടോ പോയത്, ഞാനും അമ്മയും കൂടി. അമ്മയ്ക്ക് അവിടെ ചെന്നപ്പോൾ ഒത്തിരി പരിചയക്കാർ, അമ്മയെ കാണുന്നവരെല്ലാവരും അമ്മയൊന്ന് സംസാരിക്കുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഒരു രസകരമായ കാര്യം എന്നറിയോ, എല്ലാവരും ചോദിക്കുന്നു ഞാൻ മോളാണോ എന്ന്. എനിക്ക് വയ്യ. അപ്പം അമ്മ പറയും അതെ എനിക്ക് 2 ആമക്കള് 2 മരുമക്കളും ഒരു ചെറുകുട്ടിയും ഉണ്ട് നമ്മൾ എല്ലാവരോടും പറഞ്ഞു കേട്ടോ. ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ലോ ആവുന്നത് കൊണ്ട് എപ്പോഴും മുട്ടായി ബാഗ് ഇട്ടേയും കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ ഒരു ഫോർമാലിറ്റിക്ക് ചോദിക്കും നിനക്ക് വേണമെന്ന് പറഞ്ഞു തരുന്നുണ്ട്. പകുതി ഇങ്ങ് തരാൻ ഞാനും പറഞ്ഞ് അങ്ങനെ അമ്മേരെ മുട്ടായി ഇത് പകുതി മേടിച്ച് നിന്നിട്ട് ഇരിക്കും. അമ്മ സത്യം പറഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് പോകാനായിരുന്നു പ്ലാൻ. നീ വീട്ടിൽ പൊക്കോ, ഞാൻ പോകണമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല കേസ്. ഞാൻ വലിഞ്ഞു കയറി ചെന്നു. ഞാൻ പറഞ്ഞു എന്നെയും കൊണ്ടുപോകാം അമ്മ എന്ന് പറഞ്ഞ് കൂടെ പോയി. കാര്യം അവിടെ ഒത്തിരി നല്ല രസമാണ്. പക്ഷെ ഞാൻ വിചാരിച്ച കണക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു ആ വീഡിയോസൊക്കെ നിങ്ങളെ കൂടെ കാണിക്കാം എന്ന്. എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് എടുക്കാൻ പറ്റുമായിരിക്കും. ഇപ്പോഴല്ല, എൻ്റെ ചേട്ടൻ നാട്ടിൽ വരട്ടെ, മറ്റേ ആളെയും കൂട്ടി അവിടെ പോവാം. അപ്പം ആളാവുമ്പം ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എനിക്ക് വീഡിയോ എടുത്ത് തരാനൊക്കെ. അപ്പോൾ ആൾ വന്നതിന് ശേഷം പോകുമ്പം ഞാൻ അവിടെ എല്ലാം കൊണ്ട് നടന്ന് കാണിക്കാം. ഇപ്പോൾ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് ഞാൻ എടുത്തതിൽ. എന്നാലും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കുറച്ച് നല്ല ഭംഗിയുള്ള സീനറിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണിക്കാം. പിന്നെ ഞങ്ങൾക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ബാങ്കിലൊക്കെ കയറണമായിരുന്നു, ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുക. അങ്ങനെ പല പല സ്ഥലത്ത് കയറി ഇറങ്ങി ഗ്രാമത്തിൽ നമ്മൾ എത്തിയ കേസ്. നമ്മുടെ ഇവിടെ വളരെ തിരക്കുള്ള റോഡും വണ്ടിയുടെ അടുത്തൊക്കെയുള്ള വീടല്ലേ, അതൊന്ന് ഭയങ്കര ഒഴിഞ്ഞ് ഒരു പക്ക ഗ്രാമത്തിലേട്ടുള്ള പോക്കാണ് കേട്ടോ. അതുകൊണ്ട് വണ്ടിയൊക്കെ നല്ല കുറവാണ്. പിന്നെ എന്നാ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണാൻ തുടങ്ങിയവരൊക്കെ ഞാൻ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു കാർത്തികയുടെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കൂടി. അപ്പം നിങ്ങൾക്കൊക്കെ നമ്മളെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പോണ വഴിക്ക് നമ്മൾ പാപ്പം മേടിക്കാൻ കയറി ഗൈസ്. അങ്ങനെ ക്രിസ്മസ് അല്ലേ, എല്ലാ വീട്ടിലേക്കും ഞങ്ങൾ കേക്കും പിന്നെ ഞങ്ങളുടെ വീട്ടിലെ കുടുംബ ഭക്ഷണമാണ് ദിൽകുഷ്. നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയണം കേട്ടോ. അതായത് ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ സ്ഥിരം മേടിക്കുന്ന ഒരു ഐറ്റത്തിലാണ് ദിൽകുഷ്. ഏത് വീട്ടിൽ പോയാലും ഒരു ദിൽകുഷ് അവിടെ മേടിച്ചിരിക്കും. അങ്ങനെ ഇവിടെയും മേടിച്ചു. ഇതാട്ടോ, ഈ വീട്ടിലാണ് നമ്മൾ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ അമ്മയുടെ അനിയത്തിയുടെ വീടാണ്. നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ മറ്റേ പുരയിടത്തിൽ മറ്റേ വീട്ടിലോട്ടൊക്കെ പോകുന്നത്. അങ്ങനെ അവസാനം നമ്മൾ ഇവിടെ എത്തി. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവരെയൊക്കെ കാണിച്ചു തരാൻ കേട്ടോ. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുവാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചെന്നിട്ട് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇടുമല്ലോ, അതുപോലെ വീഡിയോ ഇടാൻ വേണ്ടി ഉച്ചയ്ക്ക് എല്ലാ ഫുഡും എല്ലാം കുഞ്ഞമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് എത്തിയില്ല. ഞങ്ങൾ എത്തിയപ്പോൾ 3-4 മണിയായി. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നും കാണാനുള്ള യോഗയില്ല. കുഞ്ഞമ്മ ഒരുപാട് കറി, അമ്മയെ കണക്കിന് ഒത്തിരി കറി ഉണ്ടാക്കും. അമ്മയുടെ അനിയത്തിമാരും ചേച്ചിമാരൊക്കെ ഒത്തിരി കറി ഉണ്ടാക്കും കേട്ടോ. ഇത് കപ്പയാട്ടോ ഉണക്കായിട്ടേക്കുന്ന. ഇവിടുത്തെ കുഞ്ഞമ്മയൊക്കെ അമ്മയെ പോലെ തന്നെയാണ്. ഉണക്ക കപ്പ ആണ്. കപ്പ ഒന്ന് ജസ്റ്റ് ആവിയിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. അങ്ങനെ ഞങ്ങൾ വീടെത്തി. പിന്നെ ആ സമയമൊന്നും കുറച്ചു നേരം വീഡിയോ എടുത്തില്ല. ഇതാണ് കുഞ്ഞമ്മയുടെ ഇളയ മരുമകൾ. അപ്പം പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ പറ്റാം. കാരണം നമ്മൾ വന്നിട്ട് 3:30 മണി സമയമായി. അങ്ങനെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കേക്ക് എടുത്തപ്പോൾ ഞാൻ ഓർത്ത് ഇവിടെ വന്നിട്ട് ചായ ഇടുമ്പോൾ ആ കേക്ക് കഴിക്കുന്നു. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി ഗൈസ്. ഞങ്ങളെ കണ്ടുകൊണ്ട് ചിറ്റപ്പം പോയി ഉഴുന്നുവട പരിപ്പുവട ഐറ്റംസൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ചായയും ഉഴുന്നുവട പരിപ്പുവടയൊക്കെ കഴിക്കുകയാണ്. എങ്കിൽ ഇപ്പം തന്നെ ഞങ്ങൾ എന്നിട്ട് പറമ്പ് ടൂറിനുണ്ട്. ചിറ്റപ്പനാണ് കേട്ടോ. ഞങ്ങൾ പറമ്പ് ടൂറിന് പോകാൻ നല്ല ചൂട് പരിപ്പുവട, നല്ല പൊള്ളി ഇരിക്കുന്ന ഭയങ്കര നല്ല ടേസ്റ്റ് കേട്ടോ. ഈ അഴുക്ക് എണ്ണയിലൊന്നും ഉണ്ടാക്കിയല്ല, നല്ല ഫ്രഷ് കോക്കനട്ട് ഓയിലുണ്ടാക്കിയ അടിപൊളി പരിപ്പുവടയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾ പോകുന്ന വീഡിയോയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. Okay, bye. See you.